നാദിറയായിരുന്നു. ഒരു അപകടം എനിക്ക് ഫീൽ ചെയ്തു. എന്തപകടം? ഈ രാത്രി ഈ കോച്ചില് നിങ്ങൾ അറിയാതെ ഒരു കാറ്റുപോലും വീശില്ലല്ലോ. യെസ്. റാക്ടന് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോളിഗ്രാഫ് ടെസ്റ്റ് വരെ പോണോ? വേണ്ട. പക്ഷെ ഓരോ അന്വേഷണവും കുറ്റമറ്റതായിരിക്കണം. ആ വാശി എനിക്കുമുണ്ട്. അന്വേഷണം അവസാനിക്കുമ്പോ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാതിരിക്കരുത്. നാദിയ ആ രാത്രി 113 മിനിറ്റ് ഫോണിൽ സംസാരിച്ചു. പക്ഷെ അത് ആദിലക്ഷ്മി ടീച്ചറോടല്ല, നാദിറയോടാണ്. അപ്പോ ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റ് ആണെന്ന കാര്യം നാദിയ നാദിറയോട് പറഞ്ഞിരുന്നു. അതുപോലെ അന്ന് വെളുപ്പിന് 3:30 ഒരു കാർ മുദ്രാപീഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. നിശ്ചയത്തിന്റെ തിരക്കിൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു കാർ, ബ്രൈറ്റ് റെഡ് ആൾട്ടോ. ആ കാർ ഓടിച്ചിരുന്നത് നാദിർ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ആര് പറഞ്ഞു ഈ കള്ളം? ലക്ഷ്മൺ. കേൾക്കണോ? മുദ്രാപീഠത്തില് അന്ന് നാദിറയുടെ നിശ്ചയത്തിന്റെ തിരക്കായിരുന്നു. വെളുപ്പിന് 3:30 മണിക്ക് ഓൾട്ടോ കാർ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. ലക്ഷ്മി ചേച്ചി ചെറുവത്തൂർ അമ്പലത്തില് വാകച്ചാർത്തിന് പോവുകയാണെന്നാ ഞാൻ കരുതിയത്. നാദിയെ വിളിക്കാൻ പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ ഞാൻ ശരിക്കും കണ്ടത്. കാറില് ഒരു ഹെഡ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു അത്? നാദിറ. ലക്ഷ്മൺ, അവൻ നുണയനാ. ഇപ്പൊ നുണ പറയുന്നത് ലക്ഷ്മണനല്ല, നീയാണ്. നാദിയെ വിളിച്ചുകൊണ്ടുവരാൻ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് നാദിറ കാർ ഓടിച്ചു പോയി. ബ്രൈറ്റ് റെഡ് ആൾട്ടോ. കാട്ടിക്കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത നാദിയയുടെ ഗൺ, പാസ്പോർട്ട്, ID കാർഡിന്റെ ഒപ്പം കത്രിക കൊണ്ട് നെടുനീള കീറിയ ഒരു കറുത്ത പർദ്ദയും കിട്ടി ഞങ്ങൾക്ക്. ആ പർദ്ദ ആരുടേതാണ്? എനിക്കറിയില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, 13-ാം തീയതി കറുത്തവാവിന്റെ മറവിൽ കൊലയാളി വളരെ വിദഗ്ധമായി ട്രെയിനിൽ കയറി കൃത്യം നടത്തി മുദ്രാപീഠത്തിലേക്ക് തിരിച്ചുപോയി. ആൻഡ് യു ആർ ദ കില്ലർ, ദ ലോൺലി കില്ലർ. സത്യം അതാണ്. ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിന്റെ ഈ ആക്ടിംഗ് ഇന്നസെന്റ്. കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയോട് ഷറഫുദ്ദീൻ ഇങ്ങനെയല്ല സംസാരിക്കുക. കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല നിന്റെ മുന്നിൽ. അതെ, ഞാൻ അവളെ കൊന്നു. എന്തിനു വേണ്ടി? അതാണ് എനിക്കറിയേണ്ടത്. മുദ്രാപീഠത്തെ രക്ഷിക്കാൻ വേണ്ടി. ഒരിക്കലും അതിന്റെ അവകാശി നാദിയാകാൻ പാടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഞാൻ സിയായുടെ കൂടെ പോവും. അപ്പോ അവൾ ആ മുദ്രാപീഠം ആർക്ക് വേണമെങ്കിലും കിട്ടി വലിക്ക് വിറ്റ് തൊലയ്ക്കും. എനിക്ക് ഉറപ്പാ. 113 മിനിറ്റ് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത് ഇതാണോ? അതെ. ഇത് മാത്രമാണോ? അതെ. അവൾ ചെന്നൈയിൽ ഒരു ഏജന്റുമായിട്ട് ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചതായിരുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നവളാ നാദിയ. ജാനകിയുടെ സ്വപ്നമായിരുന്നു മുദ്രാപീഠം. അത് അവളെ വിറ്റ് തൊലിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അവളല്ലേ അതിന്റെ അവകാശി. അവൾക്ക് അതിനുള്ള അധികാരമുണ്ട്. നാദിയെ കൊല്ലുകയെന്നല്ലാതെ മറ്റൊരു മാർഗവും അപ്പ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവള് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ കൊന്നു. ഞാൻ എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി നാദിറയല്ല, നാദിയ. ഒരിക്കലും ഉന്നം തെറ്റാത്ത ഷാർപ്പ് ഷൂട്ടർ നാദിയ മേത്തർ. കുത്തേറ്റ് കോമയിൽ കിടക്കുന്നത് ഡാൻസർ നാദിറ. യു ആർ സ്റ്റിൽ അണ്ടർ എ മാസ്ക്. ഇരട്ട ക്രിമിനലുകളായ ഖ്രേ ബ്രദേഴ്സിന്റെ ജീവചരിത്രം മനഃപ്പാഠമാക്കിയ പെൺകുട്ടി. സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സൗപർണിക എക്സ്പ്രസിന്റെ ഇനോഗ്രൽ ട്രിപ്പിൽ ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തവളും അവൾ തന്നെ. ഞാൻ എന്ന വാക്കിന് അപ്പോ അർത്ഥം നാദിറ എന്നല്ല, നാദിയ. യെസ്. അന്ന് സൗപർണിക എക്സ്പ്രസിൽ സംഭവിച്ചത് സൈലന്റ് ഇംപേഴ്സണേഷൻ. അല്ലെന്ന് വാദിക്കാം. പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്നത് നാദിറയല്ലെന്ന് നാദിയ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. Your body is your enemy. Yes. ഇതിനു മുമ്പും ചോരത്തുള്ളികൾ നിന്നെ ചതിച്ചിട്ടുണ്ട്. ആദ്യം സൗപർണിക എക്സ്പ്രസിന്റെ ബി കൂപ്പെ എന്ന കൊലയറയ്ക്കുള്ളിൽ നാദിയയുടെതെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് നീ ഒഴുക്കിയ നാദിറയുടെ ബി പോസിറ്റീവ് രക്തം. പാസ്പോർട്ടിന്റെ കോപ്പിയിൽ നിന്ന് നാദിയയുടെ ബ്ലഡ് ഗ്രൂപ്പ് A നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞു. A B യെ ചതിച്ചു.
ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന B പോസിറ്റീവുകാരി നാദി സിസ്റ്റേഴ്സിൽ ആരാണെന്ന് ആ ചോരത്തുള്ളികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിലെ ശരിയായ രാക്ഷസിയുടെ മുഖവും അവളുടെ ചോര കുടിക്കുന്ന ദംഷ്ട്രകളും ഞാൻ കണ്ടു. ഷൂട്ടർ നാദിയെ ഡാൻസർ നാദ്രയിൽ നിന്ന് വേർതിരിച്ചറിയുന്ന മറ്റൊരു മാർക്ക് 18.8 നിക്കൽ ക്രോമിയം ഡെന്റൽ ബാൻഡ്. ഈ കേസിന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ടിപ്പും ഇതായിരുന്നു. പെർഫെക്റ്റ് മർഡർ ആക്കാൻ നാദറയുടെ ഡെന്റൽ ക്ലിപ്പ് വലിച്ചു പറിച്ചെടുത്ത് ഒരു ഡെന്റൽ സർജറി നടത്തി നീ. പക്ഷെ കൃത്യം നടത്തി ഇറങ്ങിപ്പോയപ്പോ നീ അറിയാതെ ഈശ്വരന് ഇത് ഒളിപ്പിച്ചു വെച്ചു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് ക്രൈം സ്പോട്ടിൽ നിന്ന് മയിൽ വാഹനത്തിന് ഇത് പിക്ക് ചെയ്യാൻ സാധിച്ചത്. മുദ്രാപീഠത്തിലെത്തിയ ഉടനെ നാദറയുടെ കൈവശമുണ്ടായിരുന്ന സ്പെയർ ഡെന്റൽ ബാൻഡ് എടുത്തണിഞ്ഞ് നാദറയുടെ നിഷ്കളങ്കമായ മുഖഭാവത്തിന് പിന്നിൽ നാദിയ വളരെ സേഫായി ഒളിച്ചു. നാദറയുടെ വിവാഹ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് കല്യാണപ്പെണ്ണ് ചമഞ്ഞ് നിശ്ചയപന്തലിലേക്ക് നാദിയ ഇറങ്ങി. കൃത്യം നടത്തിയത് പുരുഷനാണെന്ന് ധരിപ്പിക്കാൻ നാദറയുടെ ചുണ്ടുകൾ വരെ നീ കടിച്ചു പൊട്ടിച്ചു. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ വന്നത് മുദ്രാപീഠത്തിന്റെ ആസ്തി അളക്കാനാണെന്ന് നീ കരുതി. അല്ല, കമ്പിയിട്ട് പൂട്ടിയ നിന്റെ ചോരപ്പല്ലിന്റെ അളവെടുക്കാൻ എടുത്തു, നീ പോലും അറിയാതെ. ആ രാത്രി നിന്റെ കഴുത്തിന് കയറി പിടിച്ചത് സുദർശനായിരുന്നു. അതായിരുന്നു അന്വേഷണത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. നാദറയുടെ ലോവർ ലിപ്പിൽ നിന്ന് ലഭിച്ച അപ്പർ ആന്റീരിയസിന്റെ മാർക്കും സുദർശന്റെ കൈത്തണ്ടയിൽ നിന്ന് ലഭിച്ച മാർക്കും ഒരേ അളവായിരുന്നു. ആ തെളിവ് നിന്നെ ചൂണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ നിന്നെ രണ്ടാമത് കാണാൻ വരുന്നത്. അറിഞ്ഞില്ല നീ, അന്ന് നിന്റെ ഐഡന്റിഫിക്കേഷൻ പരേഡായിരുന്നു. സിയായെ കുറിച്ച് മനഃപൂർവ്വം ഞാൻ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ദേഷ്യം കൊണ്ട് നീ മറച്ചു വെച്ചിരുന്ന നിന്റെ തനി സ്വരൂപം നീ അറിയാതെ പുറത്തു ചാടി. അപ്പോഴും സിയ മുസാഫിർ നല്ലവനാണ്. കലാകാരന്മാരെല്ലാവരും നല്ലവരാ. വിശ്വാസം രക്ഷിക്കട്ടെ. കണികണ്ട ദേവന്റെ കാലിലും ചെളി എന്ന് പണ്ടാരോ പറഞ്ഞത് ഇവനെയൊക്കെ ഉദ്ദേശിച്ച റിയൽ ഡെവിൾ. ഒരാൾ മറ്റൊരാളെ ഏത് തരത്തിൽ അനുകരിച്ചാലും ആ അഭിനയത്തിൽ തെറ്റുപറ്റും. ശാസ്ത്രത്തെ ഒരു നിമിഷം പോലും കബളിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് കുറ്റം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഷൂട്ടർ നാദിയ ഓർക്കണമായിരുന്നു. നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, സൈലൻസ്, ഐ ടേക്ക് ഇറ്റ് ഫോർ യുവർ കൺഫെഷൻ. പ്രതി പൂർണ്ണ സമ്മതത്തോടെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ താൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ 4 സ്റ്റേജുകളും ഏറ്റുപറയണമെന്നാണ് നിയമം. കീഴടങ്ങിയ സ്ഥിതിക്ക് പറയണം ആദ്യം മോട്ടീവ്, കുറ്റം ചെയ്യാനുള്ള പ്രേരണ. അവൻ സിയ മുസാഫിർ ഒരു പവർ ഗിറ്റാർ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച സലീഷ്യൻ മ്യൂസിഷ്യൻ. മാതരയേക്കാൾ 100 ഇരട്ടി ഞാൻ അവനെ മോഹിച്ചു. ആരും എന്നെ മനസ്സിലാക്കിയില്ല. എന്റെ ആഗ്രഹം ഞാൻ അയ്യരമ്മയോട് പറഞ്ഞപ്പോ അവരെന്നെ വഴക്ക് പറഞ്ഞു. ഒക്കെ ഞാൻ സഹിച്ചു എന്റെ സിയായ്ക്ക് വേണ്ടി. പക്ഷേ തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി പറഞ്ഞ് നാദരി എന്നെ കളിയാക്കിയപ്പോ അതാണ് എന്നെ ഭ്രാന്തിയാക്കിയത്, എന്നെ ദുഷ്ടയാക്കിയത്. യാ അല്ലാഹ്, നിന്നിലും അധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി. കുറ്റം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? നാദരയും സിയയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ച നിമിഷം മുതൽ ഞാൻ മനസ്സിലുറപ്പിച്ചു, എന്നെയും അവളെയും ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത സിയയ്ക്ക് ഞാനും നാദരയും ഒരുപോലല്ലേ. പാരീസിലെ ക്രേ ബ്രദേഴ്സ് എന്ന ക്രിമിനൽസിന്റെ ജീവചരിത്രം വായിച്ചപ്പോ ഞാൻ ഉറപ്പിച്ചു ഐഡന്റിറ്റി എക്സ്ചേഞ്ച് ചെയ്യാൻ. 12-ാം തീയതി എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി വന്നു.
കോയമ്പത്തൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതും പാലക്കാട് 2.5 മണിക്കൂർ ലേറ്റായി മാത്രം എത്തുന്ന സൗപർണിക എക്സ്പ്രസും ഒക്കെ ഒരു ദിവസം തന്നെ സംഭവിച്ചു. പിന്നെ അവളെ കൊല്ലേണ്ട രീതി മാത്രം ഗണ്ണുപയോഗിക്കാതെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കഴുത്തറക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരെണ്ണം ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങി കരുതി. പക്ഷെ ആ ബ്ലേഡ് ഞാൻ ഉപയോഗിച്ചില്ല. സി കുപ്പയിലെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് രാജമ്മ ബ്ലേഡ് വാങ്ങി വരുന്നത് ഞാൻ കണ്ടു. എല്ലാവരും ഉറങ്ങിയപ്പോ ഞാനിതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അന്വേഷണം വരുമ്പോ ആ ബ്ലേഡിന്റെ ഉടമ ഞാനാവാതിരിക്കാൻ ഫോണിൽ നാദരയോട് കോയമ്പത്തൂർ സ്റ്റേഷനിൽ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചു. കൃത്യം 4:30 നാദർ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി. എന്തേ വാ നമുക്ക് പോവാ. നിക്ക്, നീ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞോ? ഇല്ല. അപ്പോ ഈ രാത്രി ഞാനും നീയും തമ്മിൽ കണ്ടിട്ടേയില്ല. നിനക്ക് എന്തു പറ്റി? എന്നെ കൊണ്ടുപോകാൻ നീ കോയമ്പത്തൂരിൽ വന്നിട്ടില്ല. ഇപ്പൊ നീ മുദ്രാപീഠത്തിലാ. സിയെ കിനാവ് കണ്ട് ഉറങ്ങ് അല്ലേ? എനിക്ക് വേണം. അവൻ എന്റെയാ. വെട്ടിത്തരില്ല ഞാൻ. നീയല്ല, നാദിയാണ് മരിച്ചത്. നാദിറ ഈ ഭൂമിയിൽ ജീവിക്കും സിയായുടെ കൂടെ. ഇനി മുതൽ ഞാനാണ് നാദിറ. അല്ല, നാദിറ സിയ മുസാഫിർ.